ചേച്ചി ക്രിക്കറ്റ് ലവ് ലെറ്റർ പോസ്റ്റ്മാൻ സച്ചിൻ ടെണ്ടുൽക്കർ WWF തേൻ മിഠായി മറക്ക முடியுமா ഡയലോഗും നല്ല രസം അവിടെ പറയുന്നത് നിർമ്മ யாராவது அவங்க கையை பிடிச்சு நான் இருக்கேன் நீ பயப்படாதன்னு ஒரு வார்த்தை சொல்ல மாட்டாங்க. உன்னால அவங்களுக்கு என்ன பண்ண முடியுமோ பண்ண முடியாதோ அது அவங்களுக்கு முக்கியம் இல்ல. அவங்களுக்காக நீ அந்த நேரத்துல சொல்றல்ல நான் இருக்கேங்கிற வார்த்தை அதுதான் முக்கியம். போ மச்சான் நான் அழுதாது ட்ரான்ஸ்ஃபர் பண்ணறடா. ஃபீல் பண்ணாம போடா. ഓ ഇവർ രണ്ടുപേരും അതാ കാണിച്ചത്. പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ്. ഈ ഒരു മൂവി നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കാരണം വേറെ ഒന്നല്ല, നമ്മൾ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിനകത്ത് ആക്ടേഴ്സിന്റെ പേരായിരുന്നു ഡിഫറെന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എപ്പോഴും മൂവീസ് ആയിരുന്നു ഇടുക. പക്ഷെ നമുക്ക് ജയൻ രവിയുടെ ഒരു മൂവി ചെയ്യണം എന്നുണ്ടായിരുന്നു. കാരണം സന്തോഷ് സുബ്രഹ്മണ്യാണ് നമ്മൾ കഴിഞ്ഞതിന് മുന്നത്തെ പോൾ ഹയസ്റ്റ് വന്നിരുന്നത്. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ തന്നെ നമ്മൾ വിചാരിച്ചാണ് ഓക്കെ എന്തായാലും അദ്ദേഹത്തിന്റെ പടം ഒരു പടമെങ്കിലും നമ്മൾ റിയാക്ഷൻ ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോളിന്റെ അകത്ത് നമ്മളെ ആക്ടേഴ്സിന്റെ ലിസ്റ്റിൽ ഇട്ടപ്പോഴും ജയൻ രവി ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്തു. ശരിക്കും നമ്മൾ ഇത്തവണ നമ്മൾ തളപതിയുടെ പടമാണ് പ്ലാൻ ചെയ്തത്, തളപതി വിജയുടെ പടമായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ പടം നമ്മൾ ഓൾറെഡി കുറച്ചധികം റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, നമ്മൾ ചെയ്യാത്ത ആക്ടറുടെയും ചെയ്യണം. അങ്ങനെയുള്ള കമന്റ്സ് നമുക്ക് വരാറുണ്ട് കുറെ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ മൂവി ഷോർട്ട്ലി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോ ഈ ഒരു മൂവിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2019 ഇറങ്ങിയിട്ടുള്ള മൂവിയാണ്. ആൻഡ് ഇത് പ്രദീപ് രംഗനാഥിന്റെ ഡയറക്ടർ ഡെബ്യൂട്ടും കൂടിയുള്ള ഒരു മൂവിയാണ്. ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. August 15 ഇറങ്ങുകയും ചെയ്തു. അതും കോയിൻസിഡന്റ് ആയിട്ട് ഇറങ്ങിയെന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഇറങ്ങിയിട്ട് 15 കോടി ബഡ്ജറ്റിൽ 50 കോടി കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര പടമാണ്. ജയൻ രവി, കാജൽ അഗർവാൾ, സംയുക്ത ഹെഗ്ഡെ, യോഗി ബാബു, അത് കൂടാണ്ട് KS രവികുമാറും ലിസ്റ്റിലുണ്ട്. ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ അവസാനം ആൻഡ് KS രവികുമാർ, ദൈവമേ KS രവികുമാർ ഇതിന്റെ അകത്തുണ്ട്. അതായത് ഇതിന്റെ അകത്ത് ഡയറക്ടർ ആയിട്ടുള്ള ആക്ടർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ പടം കണ്ടിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ഫാനായി മാറിയെന്നുള്ളതാണ്. എസ്പെഷ്യലി എലമെന്റ്സ് ലൈക്ക് മൂവീസിലൊക്കെ ഇടുന്ന ആ ഒരു ഫണ്ണി സംഭവം ഇല്ലേ നമ്മളിങ്ങനെ പിടിച്ചെടുത്തുന്നത്. അപ്പൊ ഇതിൽ ആക്ടർ ആയിട്ടാണ് നമ്മൾ അങ്ങനെ ആക്ടിംഗിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. ആൻഡ് ഇതിലെ പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്ന ഹിപ്പ് ഹോപ്പ് തമിഴാണ്. നമ്മൾ ആ സമയത്ത് പാട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ഒരു പൊയ്സനാൽ പോതുണ്ട്, പിന്നെ എന്തൊക്കെയോ നല്ല അടിച്ചൊളി ബീറ്റുള്ള ഒരു സോങ് ഇല്ലേ. അപ്പൊ എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഹിപ്പ് ഹോപ്പ് തമിഴയുടെ ആ ഒരു മ്യൂസിക് എപ്പോഴും ഒരു വൈബ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ പാട്ടുകൾ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് മൂവി നോക്കാം എന്താ സംഭവം. ആൻഡ് നമുക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കോമാളി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. മൂവി സെലക്ട് ചെയ്യുന്നതിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ പോളില് കമന്റ്സിന്റെ അകത്ത് കോമാളി അധികം ഉണ്ടായിരുന്നു. പിന്നെ ജയൻ രവിയുടെ 90 or 95% ഓഫ് മൂവീസ് ഓൺ ബൈ ഗ്രേറ്റ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് നമ്മൾ പെട്ടുപോയിരിക്കണം. ശരിക്കും കുറെ സിനിമകൾ വേറെയും വന്നിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ കാണുന്നുണ്ട് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇരുന്ന് കണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് സാറ്റിസ്ഫൈ ആവേണ്ടി വരുന്നു. അങ്ങനെ ചെയ്യാൻ വരാം. നോക്കാലോ ഇനിയിപ്പോ ഭാവിയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നാലും പ്രശ്നമില്ല, നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും ട്രൈ അടിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഫസ്റ്റ് സീൻ തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. കോമാളി അല്ലേ? കോമാളി അല്ലേ? കോമാളി 193 അങ്ങനെ കാണിച്ചേക്കണേ. வாழ்க்கையில என்ன வேணா நடக்கலாம். நம்ம நினைச்சு பார்க்க முடியாதது கூட 86. அப்படி நினைச்சு கூட பார்க்க முடியாத கதை தான் என்னோட. நினைச்சு கூட பார்க்க முடியாத கதை. கேஸ்ட் ரிலீஜன் எல்லாம் ஃபில் பண்ணாம இருக்கு. கேஸ்ட்னா என்னப்பா? தெரியலப்பா. அவங்களுக்கு தெரியாத ஒரு விஷயத்தை நாம தான் கத்துக்கணும். என் பையனுக்கு இதெல்லாம் தெரியாம எல்லாருடைய சமமா வளரட்டும். நான் அதை ஃபில் பண்ண மாட்டேன். தேங்க்ஸ். ഓ കാസ്റ്റ് വേണ്ടത് അറിയാത്ത കാര്യം നമ്മൾ ഇതിനെ അടിച്ചേൽപ്പിക്കുന്ന സാധനമാണ്. ശരിക്കും പാരന്റ്സ് അല്ലെല്ലാം முடிஞ்சது. ஆமா இவரோட சும்மா ஞாயிற்றுக்கிழமை
1000 பேர் 1000 சொன்னாலும் நமக்கு பிடிச்ச வேலையை நம்ம செஞ்சுக்கிட்டே ஓ. இருக்கணும். என்னைக்கா இருந்தாலும் அது யூஸ் ஆகும். ம்? ஓ நைஸ் ஃபாதர். ஏன்ப்பா உடைஞ்சிருக்கு? இதுவா இது நம்ம குடும்பத்துல அவங்களுக்கு பிடிச்சவங்களுக்கு கொடுக்கறது. எங்க அப்பா எனக்கு கொடுத்தாரு. இதை நான் இப்போ உனக்கு கொடுக்குறேன். நான் செம்ம ஹாப்பி. பின்ன அப்பாவோட ஃபேவரட் ஐட்டம்ல. தேங்க்ஸ்ப்பா. பத்திரமா வச்சுக்கோ. ரவி கிரிக்கெட் விளையாட வாடா. ரவி ஓ ஜெயம் ரவி 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 என்ன? அவ்வளவுதான். எங்களுக்கு தெருதான் பிளே கிரவுண்டு. எந்த விஷயமா இருந்தாலும் எல்லாரும் ஒன்னா சேர்ந்து தான் செய்வோம். നല്ല കാസ്റ്റിംഗ് കേട്ടോ. അതുപോലെ തോന്നില്ലേ ജയം രവി? ஒரு வாரம் கஷ்டப்பட்டு காசு சேர்த்து வச்சு சேமியா ஐஸ் வாங்குவோம். ஓ நொஸ்டால்ஜியா. ആ அவர் சைக்கிள் ஓட்டுவோம். ஞாபகம் இருக்கா? ഓ ஒரு நேரத்துக்கு 3 ரூபாய். காசட். ആ பார்லேஜி. புக் கிரிக்கெட், லவ் லெட்டர், போஸ்ட்மேன், சச்சின் டெண்டுல்கர், WWF തേൻ മിഠായി. ആ மறக்க முடியுமா? ഡയലോഗും നല്ല രസം അവിടെ പറയുന്നത്. 20 வீடு, നിർമ്മ 10 வீட்டுக்கு ஒரு டெலிஃபோன். ആ പഴയ കാലഘട്ടം. 10 വീട്ടിക്ക് ഒരു ടെലിഫോൺ. മൈന്യൂട്ട് സാധനങ്ങൾ കാണിച്ചു. சின்ன சின்ன விஷயமா இருந்தாலும் മറ്റേത് കടല്. பெருசா இருந்துச்சு. ஏய் எதுக்கு அழுற? என்னாச்சு? அப்பாவோட ஷேவிங் செட் கண்ணாடி உடைச்சிட்டா. அதான் அப்பா அடிப்பாருன்னு அழுகுறா. அச்சடா. ஆ. என்னடா செல்லம்? அப்பா கிட்ட நான் சொல்றேன். நீ ஒரு நிமிஷம் வெளியில வா. ആ? நீ ஏன் அவ அழும்போது சும்மா பாத்துக்கிட்டே நின்னு அழாதன்னு சொல்ல மாட்டியா? எப்படி இருந்தாலும் அப்பா வந்து அவளை அடிக்கதான் போறாருன்னே தெரியும். நான் எப்படி அவளை அழுவேன்னு சொல்றது? இங்க பாருப்பா, இந்த உலகத்துல ஒருத்தங்க நம்ம கிட்ட அழறதோ இல்ல கஷ்டத்தை சொல்றதோ நாம அதை தீர்த்து வைப்போங்கிறதுக்காக இல்ல. யாராவது அவங்க கையை பிடிச்சு நான் இருக்கேன், நீ பயப்படாதன்னு ஒரு வார்த்தை சொல்ல மாட்டாங்க. உன்னால அவங்களுக்கு என்ன பண்ண முடியுமோ பண்ண முடியாதோ அது அவங்களுக்கு முக்கியம் இல்ல. ആ ஆனா அவங்களுக்காக நீ அந்த நேரத்துல சொல்றல்ல நான் இருக்கேங்கிற வார்த்தை, அதுதான் முக்கியம். ആ ഡയറക്ടർ ഫസ്റ്റ് മൂവിയില് തന്നെ കേട്ടാ ശരി. ഭയങ്കര போய் சொல்லு. ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ആ മിസ് എല്ലാം കറക്റ്റ്. പാരന്റിംഗിൽ തുടങ്ങിയല്ലേ? பயப்படாத. പാരന്റിങ് അവിടെ നിന്നല്ല എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയപ്പെടാതെ. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ 91 ആ 99 ഇനി 99. என் வாழ்க்கையில மறக்க முடியாத 91 to வருஷம். 99. ഓ ജയൻ രവിനെ തന്നെയാണ് ആ മാറ്റിയിരിക്കുന്നത്. ആ അതാ അതാ കണ്ടാ நான் ரொம்ப சந்தோஷமா இருந்தேன். VFX ആ. അതോ എഫക്ട്സ് ആയിരിക്കും. മാറ്റിയതോ புது ആള്? வருஷம்னா புது பொண்ணுங்க வருவாங்கல்ல. പഴയ ലുക്കിലോട്ട് കൊണ്ടു. எப்பவுமே நம்ம ஸ்கூல் பொண்ணுங்க மொக்கையா தான் இருப்பாங்க. ஆனா இன்னைக்கு ഏയ് ലുക്ക് അത് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ചെറിയ പയ്യൻ. நிறைய கனவுகளோட 12th ஸ்டாண்டர்டோட ஃபர்ஸ்ட் டே. 12th സ്റ്റാൻഡേർഡ് പയ്യനെ പോലെ வாடா வாடா வாடா. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ പ്രദീപ് രംഗനാഥൻ. കിടു കിടു കിടു. നല്ല സ്റ്റാർട്ടിങ് അല്ലേ? നല്ല സ്റ്റാർട്ട്. ഇമോഷണൽ ആക്കി ആ ചെറുതായിട്ട്. കണക്ട് ചെയ്യിപ്പിച്ചു ഫസ്റ്റ് തന്നെ. നൊസ്റ്റാൾജിക്. ഫസ്റ്റ് തന്നെ കണക്ട് ചെയ്തു. ഇതാണ് സിനിമ. அட்டு அட்டு மேல இன்னொரு அட்டு. ഏ? நீ கொண்டா. ഓ കൊള്ളൂലാന്ന്. ஏய், என்னடா அட்டெண்டன்ஸ் எடுக்க ஆரம்பிச்சிட்டாங்க? കഴിഞ്ഞു. ஸ்கூல்ல கண்ணி கல்யாணமே முடிஞ்சு போச்சு. ரவி, ஆல்பபெட்டிக்கல் ஆர்டர் M வரைக்கும் தான் இந்த செக்ஷன். Nல இருந்து பக்கத்து செக்ஷன். என்கிட்ட பிஸ்கெட் இருக்குடா. என்கிட்ட பென்சில் இருக்கு. அப்புறம் பட்டர் வச்ச பென்சில் பாக்ஸ் இருக்கு. அப்புறம் சென்டர் ரப்பரும் இருக்கு. உன்கிட்ட பிஸ்கெட் இருக்கா? இல்லையே. ഓ ഷെയറിംഗ്. நம்ம ரெண்டு பேரும் ஒண்ணா இருக்கலாங்க. അയ്യോ ക്ലാസ് മാറ്റാൻ പോണ്. சீ போ மச்சான். நான் அழுதாது ட்ரான்ஸ்ஃபர் பண்ணறேன்டா. மச்சான், எப்படியோ நீ வந்துடா. போடா. ஃபீல் பண்ணாம போடா. ഓ ഇവർ രണ്ടുപേരും അതാ കാണിച്ചത്. மச்சான் உங்கடா. என் ஃப்ரெண்ட் அவன் ஃபீல் பண்றான்டா. ஆமாடா மச்சான். சொன்னா அவங்கிட்ட. டேய்.
puppy. അയ്യോ My name is Nikita. Excuse me, miss. Father's name is Krishnamurthy. ഓ Works in HDFS Bank. ഇതാണോ സംയുക്ത? Mother's name is Satya. Housewife. എഴുതിയില്ലായിരുന്നോ സംയുക്ത ഹെഗ്ഡേ എന്ന് പറഞ്ഞിട്ട്? வீடு எப்படி சொல்ற? സോ ഫാസ്റ്റ് കട്ടിംഗ് ഒക്കെ കണ്ടായിരുന്നു. ആ Attendance നല്ല editing. இருக்கும்ல, அது விட்டுட்டேன். അറ്റൻഡൻസ് പേര് പിടിക്കാൻ. என்னடா address சொன்னாமா? ஃபீல் பண்ண நினைக்கிறேன்டா. சரி phone number யாவது note பண்ணு. 2258 299. வா வா வா. Yellow pagesல அந்த phone number ராப்பகலா தேடி ആ അങ്ങനെ പേജ് ഒക്കെ ഉണ്ടായിരുന്നു ആ യെല്ലോ പേജ് ഒക്കെ. அந்த தெருவுல பார்த்தா old number new number confusion. So அந்த phone numberக்கு கால் பண்ணேன். கன்ஃபார்ம் பண்ணிட்டேன். ഓ, കാതൽ മന്ന அது அவங்க அம்மா நினைக்கிறேன். அவளை காணுமேடா. அவங்க அம்மா நல்லா தானே இருக்காங்க. ச்சீ, ബാക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ? Excuse me. എവിടെ ഒരു ജനീലയുടെ കട്ടില്ലേ? ജനീലിയ ലുക്ക് ഭയങ്കര ഭംഗിയിട്ട്. അപ്പൊ കറക്റ്റ് ജനീലി ഓൾറെഡി കോംബോ ഇല്ലേ പണ്ടത്തെ പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. കാണിച്ചിട്ടുണ്ടോ മൈന്യൂട്ട് സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ടച്ച് ചെയ്തപ്പോ കിട്ടിയ ആ ഒരു ഫീലൊക്കെ. അത് 99 കാലഘട്ടത്തിലെ ഫീല്. നമ്മൾ ഈ മൂവി കാണുമ്പോ ആ കാലഘട്ടത്തിലോട്ട് പോയി കാണണം കേട്ടോ. യെസ്. ഈ കാലഘട്ടത്തിൽ ഇരുന്ന് കണ്ടാൽ ചിലപ്പോ ഫുള്ള് കിട്ടില്ല. അതവിടെ ഫുള്ള് സൈലൻസ് ആക്കി. ഓ മറ്റേ സോങ് അതിപ്പോഴേ വരണല്ലേ? ആ തുടക്കത്തിൽ തന്നെ. ஹலோ சொல்றா. அப்பதான் ஹலோ சொல்றா. അയ്യോ ஹலோ சொல்றா. அவங்க அம்மா.